പിരിയാൻ കഴിയാത്തവണ്ണം ഞങ്ങൾ അടുത്തു പോയി അല്ലേ മേളൂ. കല്യാണം കഴിച്ച് സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളായ രണ്ടുപേർ, അമലും പൂജയും. എല്ലാം പറഞ്ഞുതരാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ ഈ കുട്ടിയായിട്ട് ഇവിടെ? ഞങ്ങൾ ഒളിച്ചോടി വന്നവരാ. ക്ലാസ്സിലാണ് പഠിച്ചോണ്ടിരിക്കുകയാണോ? പഠിച്ചോണ്ടിരിക്കുകയാണ്. ഏത് ക്ലാസ്സിലാ? +1 കഴിഞ്ഞതേ ഉള്ളൂ. +1 കഴിഞ്ഞുള്ളൂ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് വിചാരിച്ചു നീ എന്നെ വെറുതെ ലോലനാക്കരുത് കേട്ടാ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എങ്ങനെയായിരുന്നു ഇഷ്ടപ്പെട്ടപ്പോ? എന്നെ അത്രക്ക് ഇഷ്ടാണോ? ശരിക്കും ഇഷ്ടം എന്നുമല്ല തുടങ്ങിയത്. ആറ്റിറ്റ്യൂഡ്, പിന്നെ സ്വഭാവം, അത് കണ്ടിട്ടാ വീണത്. അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി? അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞത്? ഇവിടെ മൂത്ത് നരച്ച് മൂക്കി കൂടെ പല്ലി ഇറങ്ങി നിൽക്കുന്നു. കണ്ടപ്പോ തന്നെ ട്രൈ ചെയ്തു. കണ്ടപ്പോ തന്നെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ട്രൈ ചെയ്തു. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. എന്തായിരുന്നു പൂജയുടെ ഒരു സ്വപ്നത്തിലെ ഭർത്താവ് എന്ന് പറഞ്ഞ? ആദ്യം എനിക്ക് ഹൈറ്റ് വേണമെന്നുണ്ടായിരുന്നു. അമ്മയുടെ വീട്ടിലായിരുന്നു. അവിടുന്ന് നേരെ വിളിച്ചിറക്കി കൊണ്ടുവന്നു. വീട്ടിലാളുണ്ടായിരുന്നോ സമയത്ത്? ഇല്ല. അതെനിക്ക് ഇഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവനെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. ഞാൻ തെറ്റാണോ? എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചതിന് നന്ദിയുണ്ട്. നിങ്ങളൊക്കെ നന്നായി എല്ലാരും പറയുന്ന പോലെ മുട്ടി നിൽക്കുമല്ലായിരുന്നു കല്യാണം കഴിക്കാൻ. ഞാൻ ഇനിയും പിടിച്ചു നിൽക്കാം. ഞങ്ങൾ മാക്സിമം നോക്കാം. മലം മുട്ടി നിൽക്കുന്ന ആനയാണ്. എനിക്ക് അവളെ കെട്ടിയേ പറ്റൂ. എനിക്ക് കെട്ടാൻ മുട്ടിയിരിക്കാണ്. എന്നെ തടയരുത്. നിങ്ങൾ രണ്ടുപേരും കുഞ്ഞിപ്പിള്ളേരാണ്. കുഞ്ഞിപ്പിള്ളേര് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ 35 വയസ്സായിട്ടും പെണ്ണ് കിട്ടാതെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പെണ്ണ് കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ട. പെണ്ണ് കെട്ടിയിട്ടല്ലോ ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒന്നും നാട് ഭരിക്കണേ. ഇനി ഞാൻ അങ്ങനെ പെര നിറഞ്ഞ് നിന്ന് പോവാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ. അങ്ങനെ പോവും. അമല് പഠിപ്പിക്കോ? ഞാൻ പഠിപ്പിക്കാം. ആ ഒരു ഡിമാൻഡിലേക്ക് ഇറങ്ങി വന്നത്. കല്യാണം കഴിഞ്ഞൊന്നും പഠിപ്പ് നടക്കില്ല. ഫുൾ ടൈം ഹോംവർക്കും പ്രാക്ടിക്കലും ആയിരിക്കും. ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാതെ പെര നിറഞ്ഞ് നിന്ന് പോയേ ഉള്ളൂ. ഉള്ള മൂടും പോയി. എന്റെ കല്യാണമാണ്, കുടുംബസമേതം വരണം. ഞാനൊരു കല്യാണം കഴിച്ചതിന്റെ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോഴാണ് അവന്റെ കല്യാണം.